ഓക്കെ, അപ്പൊ നമ്മൾ ലിമിറ്റ് ആയിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ലിമിറ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതൊക്കെ ഓക്കെയാണ്. നൗ വി ഹാവ് ടു ലുക്ക് വിത്ത് ഇതാണ് നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊരു നമ്പർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമാണ് ഈ ലിമിറ്റിന്റെ ഏരിയയിൽ ആക്ച്വലി വരുന്നത്. ഇപ്പം എക്സ് ആയാലും വൈ ആയാലും നമ്മൾ ഒരു നമ്പർ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അറ്റയർ ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമാണ് അവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇവിടെ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കണം. സോ 1 സ്ക്വയർ മൈനസ് 1 ബൈ 1 മൈനസ് 1. 1 minus 1 by 1 minus 1, the answer will be 0 ആണ് വരുന്നത്. അപ്പൊ it doesn't mean anything. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് എങ്ങനെയാണ്, അവിടെ നമുക്ക് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് ഇവിടെ എക്സിന്റെ ഏരിയയിൽ നമ്മൾ 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുന്നു. വി ഗോട്ട് ഇറ്റ് ആസ് 0. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് ലിമിറ്റ് എന്ന് പറയുന്ന ഫാക്ടർ വരുമ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വെച്ചാൽ അവിടെ 0 റിസൾട്ട് ആയിട്ട് വരാനായിട്ട് പാടില്ല. സോ സിൻസ് അങ്ങനെ വരാനായിട്ട് പാടില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് മൈനസ് 1നെ നമുക്ക് എങ്ങനെ പുട്ട് ഫോർവേഡ് ചെയ്യാനായി പറ്റും, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 എന്ന്. സോ ഈ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് 1ഉം ഇറ്റ് ഗെറ്റ്സ് ക്യാൻസൽഡ് വിത്ത് ഈച്ച് അതർ. സോ ഇറ്റ് ബിക്കംസ് എക്സ് പ്ലസ് 1. അതായത് ലിമിറ്റ് നമുക്ക് ഇവിടെ ഒരു ലിമിറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 1. ഇനി എക്സിന്റെ സ്ഥാനത്ത് 1 1 പ്ലസ് 1, ദ ആൻസർ വിൽ ബി 2. അപ്പൊ നമുക്ക് എന്തായി, ഇവിടെ 0 അല്ല ഉത്തരമായിട്ട് കിട്ടുന്നത്, വി ഗോട്ട് അനദർ 1. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ബൈ 1 പ്ലസ് എക്സ്. അപ്പൊ ഇവിടെ ഇൻഫിനിറ്റ് ആണ് എക്സിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത് 0 എന്നുള്ള ഒരു കൺസിഡറേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പം ഇൻഫിനിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് ഇട്ടാൽ, ഇൻഫിനിറ്റി പറയുമ്പോൾ 0 ആയ 0 ബൈ 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 ബൈ 1 നമുക്ക് 0 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് ഒരിക്കലും 0 ആൻസർ ആയിട്ട് വരാൻ പാടില്ല. സോ വി ഹാവ് ടു മേക്ക് സർട്ടൻ സോർട്സ് ഓഫ് അറേഞ്ച്മെന്റ്സ്. അപ്പൊ ഇവിടെ 1 ബൈ എക്സ് പ്ലസ് 1 എന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തിനെയും, അതായത് മുകളിലാണെങ്കിലും താഴത്തെ പോർഷനിലാണെങ്കിലും നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇവിടെ ഉള്ളത് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്നാണ്. അപ്പൊ അപ്പർ സൈഡും അതുപോലെ ലോവർ സൈഡിലും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് പ്ലസ് എക്സ് ബൈ എക്സ്. സോ ഇവിടെ എക്സ് ബൈ എക്സ് 1 ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് പ്ലസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ 1 ബൈ എക്സ് പ്ലസ് 1. സോ എക്സിന്റെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ the value gets equal to 0. 1 by 1 by 0 plus 1. So 1 by ഇവിടെ 0 plus 1 and the answer will be 1 by 1. 1 ആണ് ആൻസർ ആയി കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും എന്തെല്ലാം ഓപ്പറേഷൻസ് വന്നാലും ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഫാക്ടർ എന്താ വെച്ചാൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിട്ട് വരാൻ പാടില്ല, എക്സിന്റെ വാല്യൂ ഒരിക്കലും 0 ആയിട്ട് വരാൻ പാടില്ല. 0 ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇംപെർഫെക്റ്റ് വരും. യു ഹാവ് ടു കറക്റ്റ് ദാറ്റ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 5x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫാക്ടർ വരുന്നത്. 5x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് വരുന്നത്. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇടുന്നു 5 ഇൻറ്റു ഇൻഫിനിറ്റി സ്ക്വയർ പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് 1. അപ്പൊ എനിക്കിവിടെ ആൻസർ കിട്ടുക എന്തായിരിക്കും നോക്കാം. ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി സ്ക്വയർ പ്ലസ് 2. സോ 5 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 0 പ്ലസ് 1 ബൈ 0 സ്ക്വയർ പ്ലസ് 2. സോ 5 ഇൻറ്റു 0 0 0 1 ബൈ 2. 1 ബൈ 2 ആണ് ശരിക്കും ഇവിടെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ലഭിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ആക്ച്വലി പുട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഇംപെർഫെക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആ ഇംപെർഫെക്ഷൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ. 5x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ് വരുന്നത്.
ഡിവൈഡ് ദ ഇക്വേഷൻ ബൈ എക്സ് സ്ക്വയർ. ഈ ഇക്വേഷനെ നമ്മൾ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 by x square. X square and x square gets cancelled, so it becomes 5 plus ഇവിടെ x by x square എന്ന് പറഞ്ഞാൽ x by x into x ആണ്. So x cancel ആയി, so it becomes 1 by x plus 1 by x square whole divided by x square and x square gets cancelled, 1 plus 2 by x square ആണ് ഇവിടെ വരുന്നത്. Now limit x tends to infinity ആണ്. So 5 plus 1 by 0 plus 1 by 0 by 1 plus 2 by 0. So it becomes 5 by 1. The answer will be 5. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള റെഗുലേഷൻ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് റീഅറേഞ്ച്മെന്റ് ആണ്. സച്ച് എ പെർട്ടിക്കുലർ ഇക്വേഷൻ ഇസ് ഗിവൺ. ആ ഇക്വേഷനെ ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊന്ന് ഒറിജിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊന്ന് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് വന്നിട്ടുള്ളത്. Now what you have to do is, ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x tends to infinity 1 minus x raised to 5 by x raised to 4 plus x plus 1 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ 0 ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫിനിറ്റിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടില്ല. അപ്പോ എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമുക്ക് ഇവിടെ ഇതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കറക്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേലത്തെ പോർഷൻ അതേപോലെ താഴത്തെ പോർഷൻ അതിനെ ഹയസ്റ്റ് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനെ ഹയസ്റ്റ് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എക്സിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 5 ആണ്. എക്സിന്റെ ഹയസ്റ്റ് പവർ 5 ആണ്. സോ ഇവിടെ നമ്മൾ അതിനെ 1 by x raised to 5 minus x raised to 5 by x raised to 5 divided by x raised to 4 by x raised to 5 plus x by x raised to 5 plus 1 by x raised to 5. ഇത്രയും നമുക്ക് ഇവിടെ ഒറിജിനേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യാം. 1 by x raised to 5 minus 1 by ഇവിടെ x raised to 4 എന്ന് പറഞ്ഞാൽ x into x into x into x by x into x into x into x into x ആണ്. സോ ഇവിടെ 4 എണ്ണം പോയി, ഇവിടെ 4 എണ്ണം പോയി. അപ്പൊ ബാക്കിയുള്ളത് 1 by x പ്ലസ് ഇവിടെ x by x into 3 4 5 ആണ്. അപ്പൊ x ഉം പോയി. സോ 1 by x raised to 4 plus 1 by x raised to 5 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ അകത്ത് നമ്മൾ നൊട്ടേഷൻ ഇട്ട് കൊടുക്കാണ്. ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഈ ഇൻഫിനിറ്റി വരുമ്പോഴാണ് നമ്മൾ നോർമലി അറേഞ്ച്മെന്റ്സിലേക്ക് പോകുന്നത്. 1 by 0 minus 1 by 1 by 0 plus 1 by 0 plus 1 by 0. So you will get the answer as minus 1 by 0, which will give you the answer infinity. ഇവിടെ വേറൊരു ഓപ്ഷൻ അല്ലെങ്കിൽ വേറൊരു അത്തറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്തില്ല, അവൈലബിൾ അല്ല. അവിടെ ഇപ്പം 0 ആയില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അവൈലബിൾ ഇല്ല. ക്ലിയർ ആണോ? ക്ലിയർ? ക്ലിയർ ആണോ എല്ലാവർക്കും? Am I clear? Okay. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ നമുക്ക് f of x എന്ന് പറയുന്നത് 3 plus 1 by x എന്ന് തന്നിട്ടുണ്ട്. g of x എന്ന് പറയുന്നത് 5 minus 1 by x എന്നും തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് ഇക്വേഷണൽ ഫോമാറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. f of x എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. f of x എന്ന് പറയുന്നത് 3 plus 1 by x ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്
g of x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബീങ് ഗിവൺ ആസ് 5 മൈനസ് 1 ബൈ എക്സ് ആണ് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് നൊട്ടേഷൻ എങ്ങനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, രണ്ട് ഇക്വേഷൻ തന്നാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, 3 പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 5 മൈനസ് 1 ബൈ എക്സ്. സോ നമ്മൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുക. ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് തന്നിട്ടുണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 തന്നിട്ടുണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന്. സോ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5ഉം 3ഉം കൂട്ടിയ 8. ഇവിടെ വേറെ ഇതും ക്യാൻസൽ ആവും, കാരണം പ്ലസും മൈനസ് സൈനും അല്ലേ. സോ ഇറ്റ് ഗെറ്റ്സ് ക്യാൻസൽ. സോ ദ ആൻസർ വിൽ ബി 8. 8 ആയിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 1, എക്സ് ടെൻസ് ടു 1 ആണ്. ആൻഡ് ദ ഇക്വേഷൻ ഇസ് ഗിവൺ ആസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 5 ആണ്. സോ വെൻ യു സോൾവ് ദിസ് യു വിൽ ഗെറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇട്ടാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അവിടെ ചെറിയ പ്രശ്നം വരും. സോ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ, ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് x മൈനസ് 1 ഇൻറ്റു 2x മൈനസ് 5, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. x മൈനസ് 1ഉം x മൈനസ് 1 it gets cancelled. So limit x tends to 1, 1 by 2x minus 5. So ഇവിടെ x ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, 2 into 1 minus 5. So you will get 1 by 2 minus 5 and the answer will be 1 by minus 3. So minus 1 by 3 will be your right answer. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ഇട്ട് കൊടുത്താൽ you won't get a particular answer. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 2 മൈനസ് എക്സ് മൈനസ് റൂട്ട് 2 പ്ലസ് എക്സ് ബൈ എക്സ്, ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താ വെച്ചാൽ റൂട്ടിന്റെ നൊട്ടേഷൻസ് വരുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് റാഷണലൈസേഷൻ അപ്രോച്ച് എന്നാ പറയാ. റൂട്ട് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക് എന്ന് പറയുന്നത് റാഷണലൈസേഷൻ അപ്രോച്ച് ആണ്. അതായത് ഈ ഒരു സംഭവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നം കൊണ്ട് നമ്മൾ അവയെ മൾട്ടിപ്ലൈ ചെയ്യും. റൂട്ട് 2 മൈനസ് എക്സ് മൈനസ് റൂട്ട് 2 പ്ലസ് എക്സ് ബൈ എക്സ് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നു, റൂട്ട് 2 മൈനസ് എക്സ്, ഇവിടെ മൈനസിന് പകരം പ്ലസ്, റൂട്ട് 2 പ്ലസ് എക്സ് ബൈ റൂട്ട് 2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് 2 പ്ലസ് എക്സ്, ഇങ്ങനെ നമ്മൾ ഇടുന്നു. ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടെണ്ണം ഒരേപോലെ വന്നില്ലേ. സോ 2 മൈനസ് എക്സ് മൈനസ് സൈൻ ഇട്ടു, നമ്മൾ ബ്രാക്കറ്റ് ഇട്ടു 2 പ്ലസ് എക്സ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് 2 പ്ലസ് എക്സ്, ഇങ്ങനെ നമ്മൾ ഇതിനെ പോസ്റ്റുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്, ഇത്രയും ഫിഗേഴ്സ് നമുക്ക് ഇവിടെ പോസ്റ്റുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് ഓപ്പറേറ്റ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. 2 മൈനസ് എക്സ് മൈനസ് മൈനസ് 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 2 മൈനസ് എക്സ് നൗ റൂട്ട് 2 പ്ലസ് എക്സ്. സോ ഇവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് 2ഉം ഇവിടെ നമുക്ക് 2ഉം വെട്ടിപ്പോയി. സോ മൈനസ് 2x ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു റൂട്ട് 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് 2 പ്ലസ് എക്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണേ. അപ്പൊ അവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഇസ് ദ വാല്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് 2 പ്ലസ് എക്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റിന്റെ വാല്യൂ 0 ആണ് തന്നിരിക്കുന്നത്. സോ മൈനസ് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 2 മൈനസ് 0 ഇൻറ്റു റൂട്ട് 2 പ്ലസ് 0. സോ മൈനസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 റൂട്ട് 2 ആയിരിക്കും. ഇതും ക്യാൻസൽ ആകും. സോ മൈനസ് 1 ബൈ റൂട്ട് 2 എന്നുള്ളതായിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ശരി. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. അക്ഷയ് ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് 1 ബൈ 3x മൈനസ് 1 പ്ലസ് 2x പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1. ഈ ഒരു പാറ്റേണും നമ്മൾ മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
സോ അതുകൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. സിൻസ് ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്, അതുകൊണ്ടാണ്. സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 by 3x minus 1 plus 2x plus 1 by x minus 1. ഇതിന് നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് 0 തന്നെയാണ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് 0 വാല്യൂ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് റിസൾട്ട് ഇൻ പ്രോബ്ലം. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും എല്ലാ സൈഡിലുമുള്ള ഇക്വേഷൻസിനെ നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് ബൈ എക്സ് പ്ലസ് 1 by x divided by 3x by x minus 1 by x plus 2x by x plus 1 by x by x by x minus 1 by x. So ഇവിടെ x 1 ആയി plus 1 by x divided by ഇവിടെ x ഉം cancel ആയി 3 minus 1 by x plus ഇവിടെ x ഉം cancel ആയി 2 plus 1 by x by 1 minus 1 by x ആണ്. So limit x tends to infinity ആണ് വരുന്നത്. ലിമിറ്റ് x tends to infinity ആണ്. ഇൻഫിനിറ്റിന്റെ വാല്യൂ 0 ആണ്. So 1 plus 0 by 3 minus 0 plus 2 plus 0 by 1 minus 0. So you will get 1 by 3 plus 2 by 1. ഇങ്ങനെയാണ് വരുന്നത്. Take the LCM as 3. So cross multiply ചെയ്യുമ്പോൾ 1 plus നിങ്ങൾക്ക് ഇവിടെ 6. Answer will be 7 by 3. I hope that is clear. Clear ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എൽസ് ഹോസ്പിറ്റൽ റൂൾ ആണ്. എൽസ് ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ എക്സ് റേസ് ടു 4 മൈനസ് എ റേസ് ടു 4 ബൈ എക്സ് മൈനസ് എ എന്നുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫോമാറ്റിലാണ് സപ്പോസ് നിങ്ങൾക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോമാറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സംഭവം തന്നിട്ടുള്ളതെങ്കിൽ അതിനെങ്ങനെയാ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ആണ്. അപ്പൊ ഇതിന് നിങ്ങൾ എഴുതുന്നത് എൻ എ റേസ് ടു എൻ മൈനസ് 1 എന്നാണ്. ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. സോ 4a 4 മൈനസ് 1 4a റേസ് ടു 3. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ എൽസ് ഹോസ്പിറ്റൽ റൂൾ. എൽസ് ഹോസ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമാറ്റിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് യു ആർ ഗെറ്റിംഗ് എ പെർട്ടിക്കുലർ ആൻസർ ആസ് സച്ച് ദെൻ ദാറ്റ് വിൽ ബി റെപ്രസെന്റഡ് ആസ് എ എൽസ് ഹോസ്പിറ്റൽ റൂൾ. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ ഇന്ന് ഇത്രയേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ.